പുരാതന മെസൊപ്പൊട്ടേമിയയിലെ ദേവന്മാരാണ് അനുനാക്കി എന്ന് പണ്ഡിതന്മാർക്ക് അറിയാമെങ്കിലും അവർ നിബുര ഗ്രഹത്തിൽ നിന്നുള്ള പുരാതന അന്യഗ്രഹ ആക്രമകാരികളാണെന്ന് ഫ്രഞ്ച് തിയറിസ്റ്റുകൾ വിശ്വസിക്കുന്നു. ഗ്രീക്കുകാർ സിയൂസിനെ ഉയർത്തുകയും ഈജിപ്റ്റ് ഓസിരിസിനെ പുകഴ്ത്തുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുമേറിയക്കാർ അനുനാക്കിയെ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മെസൊപ്പൊട്ടേമിയയിലെ ഈ പുരാതന ദേവന്മാർക്ക് ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും അതേപോലെ തന്നെ കൊമ്പുള്ള തൊപ്പികൾ ധരിച്ചിരുന്നെന്നും അവർ കരുതപ്പെടുന്നു. കൂടാതെ മനുഷ്യരാശി മുഴുവനും നിയന്ത്രിക്കാനുള്ള കഴിവും അവർക്കുണ്ടായിരുന്നു. തങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗതയം രൂപപ്പെടുത്തിയ സ്വർഗീയ ജീവികളായി സുമേറിയക്കാർ അനുനാക്കിയെ ആരാധിച്ചിരുന്നെന്ന് പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ അവർ ദേവതയേക്കാൾ കൂടുതലായിരുന്നോ എന്നുള്ളതും സംശയപരമാണ്. അനുനാക്കി മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളാണെന്നും ചില സൈദ്ധാന്തികർ അവകാശപ്പെടുന്നു എങ്കിലും അതിലും ഞെട്ടിക്കുന്നത് ഈ വന്യമായ ആശയത്തെ പിന്തുണയ്ക്കാൻ അവർ പുരാതന സുമേറിയ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് സുമേറിയക്കാർ അനുനാക്കിയെ ആരാധിച്ചിരുന്നത്? BC 4500 മുതൽ 1750 വരെ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിൽ മെസൊപ്പൊട്ടേമിയയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിലും ഇറാനിലുമായിരുന്നു സുമേറിയക്കാർ താമസിച്ചിരുന്നത്. പുരാതന നാഗരികതയാണെങ്കിലും അവരുടെ ഭരണം ശ്രദ്ധേയമായ നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങളാൽ അടയാളപ്പെടുത്തി. ഉദാഹരണത്തിന് സുമേറിയക്കാർ കൽപ്പ കണ്ടുപിടിച്ചതും അത് അവരുടെ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യകാല രചനാ സമ്പ്രദായങ്ങളിലൊന്നായ ക്യൂണിഫോം അവർ വികസിച്ചെടുത്തു. കൂടാതെ സമയം നിലനിർത്തുന്നതിനുള്ള ഒരു രീതി അവർ കൊണ്ടുവരികയും ആധുനിക ആളുകൾ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സുമേറിയക്കാരുടെ അഭിപ്രായത്തിൽ അവർ അത് ഒറ്റയ്ക്കല്ല ചെയ്തത്. അവരുടെ ചരിത്രപരമായ വഴിത്തിരിവിന് കാരണം അവർ കടപ്പെട്ടിരിക്കുന്നത് അനുനാക്കി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ദൈവങ്ങളോടാണ്. മനുഷ്യ രാജാക്കന്മാരുടെയും സഹദൈവങ്ങളുടെയും വിധി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പരമോന്നത ദേവതയായ ആനിൽ നിന്നാണ് അനുനാക്കി എന്ന പദം ഉത്ഭവിച്ചത്. സുമേറിയക്കാരെയും അവരുടെ ജീവിതരീതിയെയും കുറിച്ച് അജ്ഞാതമായി അവശേഷിക്കുന്നുണ്ടെങ്കിലും മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പഴയ ലിഖിത കഥകളിലൊന്നായ ഗിൽമിഷിൻ്റെ ഇതിഹാസം ഉൾപ്പെടെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ അവർ തങ്ങളുടെ വിശ്വാസങ്ങളുടെ തെളിവുകൾ അവശേഷിപ്പിച്ചിരുന്നു. ഒരു കാര്യം വ്യക്തമാണെങ്കിലും അനുനാക്കി ദൈവങ്ങൾ വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്നു എന്നതാണ്. ഈ ദേവതകളെ ആരാധിക്കുന്നതിനായി പുരാതന സുമേറിയക്കാർ അവരുടെ പ്രതിമകൾ സൃഷ്ടിക്കുകയും വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ചടങ്ങുകൾക്ക് പോലും അവർ കൊണ്ടുപോയിരുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ചില പണ്ഡിതന്മാർ ഈ അനുനാക്കികളെ ഇത്രമാത്രം സവിശേഷമാക്കിയത് എന്തിനാണെന്നും അവരെ ഇത്രയധികം ബഹുമാനിച്ചതെന്നും ഊഹിക്കാറുണ്ട്. എന്നാൽ പുരാതന അന്യഗ്രഹ സിദ്ധാന്തം യഥാർത്ഥത്തിൽ ആരംഭിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. സുമേറിയൻ നാഗരികതയെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും അവർ ആയിരക്കണക്കിന് കളിമൺ ഫലകങ്ങളിൽ അവശേഷിപ്പിച്ച സൂചനകളിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നത്. ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ അവിശ്വസനീയമായ വെളിപ്പെടുത്തലുണ്ടെന്നും ഒരു എഴുത്തുകാരൻ അവകാശപ്പെടുന്നു. അനുനാക്കി യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. 1976 സക്രിയ സിച്ചിൻ എന്ന പണ്ഡിതൻ 12-ാം പ്ലാനറ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. അതിൽ സുമേറിയൻ പരമോന്നത ദേവനായ ആൻറ്റ് കുട്ടിയായ ഏൻകിയുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങൾ വിവർത്തനം ചെയ്തിരുന്നു. നിബുര എന്ന വിദുര ഗ്രഹത്തിൽ നിന്നാണ് അനുനാക്കി വന്നതെന്നും സുമേറിയക്കാർ വിശ്വസിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അവകാശപ്പെടുന്നു. സിച്ചിൻ പറയുന്നതനുസരിച്ച് നിബുരുവിന് 3500 വർഷത്തെ ദീർഘമായ ഭ്രമണപഥമുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ ഗ്രഹം ഭൂമിയുടെ സമീപത്തൂടെ കടന്നുപോയതായി കരുതപ്പെടുന്നു. അതിൻ്റെ ആളുകളായ അനുനാക്കി ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ലോകവുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അനുനാക്കി ഒരു സൗഹൃദപരമായ കൈമാറ്റം മാത്രമല്ല കൂടുതൽ അന്വേഷിച്ചത്. അവരുടെ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം നന്നാക്കാൻ അവർക്ക് അത്യന്തം ആവശ്യമായ സ്വർണം വേണം. അനുനാക്കികൾക്ക് സ്വയം സ്വർണം ഖനനം ചെയ്യാൻ കഴിയാത്തതിനാൽ അവർക്കായി സ്വർണം ഖനനം ചെയ്യാൻ ആദിമ മനുഷ്യരെ ജനിതകപരമായി എഞ്ചിനീയർ ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു. സുമേറിയക്കാർ ഒരു നാഗരികതയായി ഉയർന്നു വന്ന സമയത്ത് അനുനാക്കി ആളുകൾക്ക് എഴുതുവാനും ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും നഗരങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് നൽകിയിരുന്നു. ഇത് നമുക്ക് അറിയാവുന്ന ജീവിതത്തിൻ്റെ ഭാവി വികാസത്തിലേക്ക് നയിച്ചിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് പുറത്തുള്ള ഒരു അവകാശവാദമായി തോന്നിയേക്കാം. സുമേറിയർ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ പതിറ്റാണ്ടുകളോളം ചെലവഴിച്ച സിച്ചിൻ സന്ദേഹവാദികൾക്ക് തൻ്റെ വാക്കെടുക്കേണ്ടതില്ലെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇത് സുമേറിയൻ ഗ്രന്ഥങ്ങളുണ്ട്, ഞാനിത് ഉണ്ടാക്കി പറയുന്നല്ല. സിച്ചിൻ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരുന്നു. 12-ാം പ്ലാനറ്റും ഈ വിഷയത്തെക്കുറിച്ച് സിച്ചിൻ്റെ മറ്റു പുസ്തകങ്ങളും ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുകഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പുരാതന സുമേറിയൻ ഗ്രന്ഥങ്ങൾ കേവലം പുരാണ കഥകളല്ലെന്ന് വിശ്വസിച്ചിരുന്ന കപട ചരിത്രകാരന്മാരുടെ ത്രിമൂർത്തിയായി സിച്ചിൻ മാറിക്കഴിഞ്ഞു.
സ്വിസ് എഴുത്തുകാരൻ എറിക് വോൺ ഡാനിക്കൽ, റഷ്യൻ എഴുത്തുകാരൻ ഇമ്മാനുവൽ വെലോസ്കി എന്നിവരൊപ്പം ഇദ്ദേഹം ചേർന്നു. പകരം ഗ്രന്ഥങ്ങൾ അവരുടെ കാലത്ത് ശാസ്ത്ര ജേണലുകൾ പോലെയാണെന്ന് അവർ വിശ്വസിച്ചു. എല്ലാ കാര്യങ്ങളിലും സാങ്കല്പികമായി ശരിയാണെങ്കിൽ ഇതിനർത്ഥം അനുനായികൾ ജീവനെ വിശദീകരിക്കാൻ ആളുകൾ കണ്ടുപിടിച്ച ദേവതകളല്ല, മറിച്ച് ജീവൻ സൃഷ്ടിക്കാൻ ഭൂമിയിലിറങ്ങിയ യഥാർത്ഥ അന്യഗ്രഹ ജീവികളാണെന്ന് ഇവർ പറഞ്ഞു. തങ്ങളുടെ നാഗരികത നിലനിർത്താൻ ഭൂമിയുടെ സ്വർണം ആവശ്യമായ അന്യഗ്രഹ യജമാന്മാരെ സേവിക്കാനാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ശബ്ദമുയർത്തിയിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ സിദ്ധാന്തത്തെ ആസ്വദിക്കാൻ തയ്യാറാണെന്നും കുറഞ്ഞ വിനോദത്തിനെങ്കിലും അവരത് ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മുഖ്യധാര പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും സിച്ചിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മുന്നോട്ട് വച്ച ആശയങ്ങൾ നിരസിക്കുന്നുണ്ട്. ഈ സൈദ്ധാന്തികർ പുരാതന സുമേറിയൻ ഗ്രന്ഥങ്ങൾ തെറ്റായി വിവർത്തനം ചെയ്യുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുകയുണ്ടായി. പുരാതന സുമേറിയൻ ഗ്രന്ഥങ്ങളിൽ അസാധാരണമായ ചില വിശ്വാസങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ചില സന്ദേഹവാദികൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും വെള്ളപ്പൊക്കം, ജ്യോതിശാസ്ത്രം, മൃഗങ്ങൾ, ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്നിവയെക്കുറിച്ച് ആളുകൾക്ക് നൂതനമായ ധാരണ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവർ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഇത് കൂടുതലും പഠിക്കാൻ കഴിഞ്ഞത് എന്ന് അവർ കരുതുന്നു. അതേസമയം സിച്ചിനെ പോലുള്ള എഴുത്തുകാർ സുമേറിയക്കാരുടെ ഗ്രന്ഥങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചു. തിരിച്ചടികൾക്കിടയിലും അവർ നടത്തിയ വിവർത്തനങ്ങളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു കാര്യം നിഷേധിക്കാനാകില്ല, സുമേറിയയിലെ ജനങ്ങൾ അവരുടെ കാലത്ത് മുന്നേറിയിരുന്നു. 2015 വിവർത്തനം ചെയ്ത ഒരു കളിമൺ പലക കാണിക്കുന്നത് പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഗണിതശാസ്ത്ര കണക്കൂട്ടലുകൾ നടത്തിയിരുന്നു. യൂറോപ്യന്മാർക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയക്കാർ സുമേറിയക്കാരുടെ പിൻഗാമിയായിരുന്നു. പുരാതന ഗ്രീക്കുകാർക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് ത്രികോണമതിയും സൃഷ്ടിച്ചിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയൻ നാഗരികത തകർന്നെങ്കിലും മനുഷ്യരാശിക്ക് വളരാനും തഴച്ചു വളരാനും അവർ വിത്തുപാകിയിരുന്നു. എന്നാൽ അവർക്ക് മറ്റൊരു ലോക നാഗരികതയുടെ സഹായം ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയകരമാണ്. പുരാതന സുമേറിയക്കാർക്ക് വിപുലമായ ഗണിതവും ശാസ്ത്രവും പഠിപ്പിച്ച അന്യഗ്രഹ സന്ദേശകർ ആരായിരുന്നു? അവർ ഉണ്ടായിരുന്നോ? ഇപ്പോഴും സിച്ചിൻ്റെ സിദ്ധാന്തങ്ങൾ ശരിയാണെന്നതിന് സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ ശരിയായിരുന്നോ ഇല്ലയോ എന്ന് ആർക്കും ഉറപ്പില്ല. ഈ ഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് സുമേറിയക്കാരെക്കുറിച്ച് ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. അവരുടെ പുരാതന കളിമൺ ഗ്രന്ഥങ്ങളിൽ പലതും ഇപ്പോഴും വിവർത്തനം ചെയ്യപ്പെടുന്നു. മറ്റ് ഗ്രന്ഥങ്ങൾ ഇതുവരെ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുമില്ല. ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് നമ്മുടെ കാലത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും ഇന്നത്തെ മനുഷ്യർക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ പുരാതന അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ എന്നതും സംശയകരമാണ്. ഹാനോക്കിൻ്റെ പുസ്തകം വായിച്ചവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കാം. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വീണുപോയ ദൂതന്മാർ മനുഷ്യരെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുണ്ട്. വീണുപോയ ദൂതന്മാർ മനുഷ്യരെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, ഗണിതശാസ്ത്രപരമായും പഠിപ്പിക്കുന്നുണ്ട്, ജ്യോതിശാസ്ത്രപരമായും പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ബ്ലാക്ക് മാജിക്ക് പോലും പഠിപ്പിച്ചിരുന്നു. സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും അതേപോലെ മൂക്ക് കുത്തുവാനും ചെവി കുത്തുവാനും ആഭരണങ്ങൾ അണിയാൻ പോലും ഈ വീണുപോയ ദൂതന്മാർ പഠിപ്പിച്ചിരുന്നു. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ വീണുപോയ മാലാഖമാരെക്കുറിച്ചും അവരുടെ നേതാക്കളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. അവർ മനുഷ്യ സ്ത്രീകളുമായി പ്രകൃതിവിരുദ്ധമായ ഐക്യത്തിൽ തുടങ്ങിയതും വിലക്കപ്പെട്ട അറിവ് അവരെ പഠിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. ബുക്ക് ഓഫ് റസീലിനകത്തും അതേപോലെ ജൂബിലി പുസ്തകങ്ങളും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭൂമിയുടെ അടയാളങ്ങൾ പഠിപ്പിച്ചത് ആർക്കേൽ എന്ന് പറഞ്ഞ ദൂതനായിരുന്നു. അതേപോലെ തന്നെ ആർമോസ് എന്ന് പറഞ്ഞ ദൂതൻ മന്ത്രവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും മനുഷ്യരെ പഠിപ്പിച്ചു. കത്തികൾ, വാളുകൾ, പരിചകൾ എന്നിവ നിർമ്മിക്കാനും ആഭരണങ്ങളും സൗന്ദര്യവർദ്ധന വസ്തുക്കളും എങ്ങനെ നിർമ്മിക്കാമെന്നും അസാസിൽ എന്ന് പറഞ്ഞ ദൂതൻ മനുഷ്യരെ പഠിപ്പിച്ചു. ഗ്രാഡിയൽ എന്ന് പറഞ്ഞ ദൂതൻ സൗന്ദര്യവർദ്ധനത്തിൻ്റെ വസ്തുക്കളുടെ കലയും ആയുധങ്ങളുടെ ഉപയോഗം, കൊല്ലുന്ന പ്രഹരവും അവരെ പഠിപ്പിച്ചു. ബാരാക്കൽ എന്ന് പറഞ്ഞ ദൂതൻ ജ്യോതിഷം പഠിപ്പിച്ചു. ചാസ്കേൽ എന്ന ദൂതൻ മനുഷ്യരെ മേഘങ്ങളുടെ അടയാളങ്ങളും കാലാവസ്ഥ ശാസ്ത്രവും അവരെ പഠിപ്പിച്ചു. പെനോമി എന്ന ദൂതൻ മഷിയും കടലാസും ഉപയോഗിച്ച് എഴുതുന്ന കല മനുഷ്യരാശി പഠിപ്പിച്ചു. കൂടാതെ മനുഷ്യരുടെ മക്കൾക്ക് കയ്പും മധുരവും ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങളും പഠിപ്പിച്ചു എന്ന് ഹാനോക്ക് 69 പ്രതിപാദിക്കുന്നുണ്ട്. സാരിൽ എന്ന ദൂതൻ ചന്ദ്രൻ്റെ ഗതികളെക്കുറിച്ച് മനുഷ്യരാശി പഠിപ്പിച്ചു. ഒരു കാലത്ത് വിലക്കപ്പെട്ട അറിവായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നത്. അതേപോലെ തന്നെ ഷംസിൽ എന്ന ദൂതൻ പ്രത്യേകിച്ച് യൂറിയൽ ദൂതൻ്റെ സഹായം കൂടിയായിരുന്നു. ഷംസിൽ വീണുപോയൊരു ദൂതനായിട്ടാണ് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അവൻ സൂര്യൻ്റെ അടയാളങ്ങളാണ് മനുഷ്യരെ പഠിപ്പിച്ചത്. അങ്ങനെ വീണുപോയ ദൂതന്മാർ മനുഷ്യരെ കൂടുതലായി നാശത്തിലേക്ക് കൊണ്ടുപോവുകയും അവരെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സുമേറിയൻ വംശജർക്ക് എവിടെ നിന്നാണ് ഇത്തരം ജ്ഞാനം കിട്ടിയെന്നുള്ളതും അതേപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ ടെക്നോളജി ഇത്രയും വലുതായി എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ടാണ് കിടക്കുന്നത്. സയൻസിന് എപ്പോഴും പറയാനുള്ളത് ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഏലിയൻ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ. എന്നാൽ ഹാനോക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ചും വീണുപോയ ദൂതന്മാരെക്കുറിച്ചും അറിയുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും: സുമേറിയക്കാരുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ.
നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പഴയ നിയമത്തിൽ ഒരു പട്ടണം പോലൊരു മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ബലത്തിലായിരിക്കാം? നിമ്രോദ് ഒരു പടുകൂറ്റം ഗോപുരം പണിഞ്ഞത് ആരുടെ ബലത്തിലായിരിക്കാം? ഈജിപ്തിലെ പിരമിഡ് പണിഞ്ഞത് ആരുടെ ബലത്തിലായിരിക്കാം? ഭൂമിയുടെ രഹസ്യ കൂമ്പാരത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര തിരിക്കാം.